ഏരിയയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പേജ് നമ്പർ 12ലുള്ള പ്രോബ്ലത്തിന്റെ ബാലൻസ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ സെക്കൻഡ് പ്രോബ്ലം ആണ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ: Draw a rhombus of sides 6 cm and one angle 60 degree. Then draw a right triangle of the same area. മലയാളത്തിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ? ഒരു വശം 6 സെന്റിമീറ്ററും ഒരു കോൺ 60 ഡിഗ്രിയുമായ സമഭുജ സാമാന്ത്രികത്തിന്റെ പരപ്പളവിന് തുല്യമായ പരപ്പളവുള്ള മട്ട ത്രികോണം വരയ്ക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായല്ലോ. Draw a rhombus of sides 6 cm and one angle is 60 degree. അതിനുശേഷം അതിന്റെ ഏരിയയ്ക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കണം. അപ്പൊ നമുക്ക് ആദ്യം ഒരു റഫ് ഫിഗർ വരയ്ക്കാം. ഒരു റോംബസ് ആണ് വരയ്ക്കേണ്ടത്. ഒരു സമഭുജ സാമാന്ത്രികമാണ്. നമ്മൾ ആ സമഭുജ സാമാന്ത്രികം ABCD എന്ന് പേര് കൊടുത്തു. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു സൈഡ് 6 സെന്റിമീറ്ററുമാണ്, ഒരു ആംഗിള് 60 ഡിഗ്രിയുമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സൈഡ് 6 സെന്റിമീറ്ററും ഒരു ആംഗിള് 60 ഡിഗ്രി. ഇനി നമ്മൾ പേര് കൊടുത്ത് ABCD എന്നാണ് നമ്മുടെ റോംബസ്. അതിൽ ADBC എന്ന് പറയുന്ന സൈഡ്സ് പാരലൽ ആണ്. റോംബസിന്റെ ഓപ്പോസിറ്റ് സൈഡ്സുകളെല്ലാം പാരലൽ ആണ്. അപ്പൊ നമുക്ക് പറയാം ADയും BCയും പാരലൽ ആണ്. ADയും BCയും പാരലൽ ആയതുകൊണ്ട് തന്നെ ആംഗിൾ Aയും ആംഗിൾ Bയും എന്തൊരു ആംഗിൾസ് ആയിരിക്കും? സപ്ലിമെന്ററി ആംഗിൾസ് ആയിരിക്കും. ആംഗിൾ Aയും ആംഗിൾ Bയും സപ്ലിമെന്ററി ആംഗിൾസ് ആയിരിക്കും. അതായത് ആംഗിൾ A പ്ലസ് ആംഗിൾ B എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രിയാണ്. അതാണ് സപ്ലിമെന്ററി ആംഗിൾസ്. സോ ആംഗിൾ A എത്ര ആയിരിക്കും? 60 ഡിഗ്രി ആണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ആംഗിൾ B എങ്ങനെ കണ്ടുപിടിക്കാം? 180 മൈനസ് ആംഗിൾ A. Therefore ആംഗിൾ B is equal to 180 minus 60 which is equal to 120 ഡിഗ്രി. അപ്പൊ നമുക്ക് ആംഗിൾ A 60 ഡിഗ്രി കിട്ടി, ആംഗിൾ B 120 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റോംബസ് വരച്ചുകൂടായോ? ഈ അളവുകൾ വെച്ച് നമുക്ക് റോംബസ് വരയ്ക്കാം. റോംബസിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അതുകൊണ്ട് AB 6 സെന്റിമീറ്റർ ആണ്, AD 6 സെന്റിമീറ്റർ ആണ്, DC 6 സെന്റിമീറ്റർ ആണ്, BCയും 6 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഈ റോംബസ് വരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള മെഷർമെന്റുകളെല്ലാം നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് ഈ റോംബസ് ഒന്ന് വരച്ചു നോക്കാം. അപ്പൊ സമഭുജ സാമാന്തരികം, അതായത് നമുക്ക് റോംബസ് ABCD എന്ന് പറയുന്ന റോംബസ് സമഭുജ സാമാന്തരികമാണ് വരയ്ക്കേണ്ടത്. അപ്പൊ അതിന് ഞാൻ ABCD എന്ന് പേര് കൊടുത്തു. പറഞ്ഞിരിക്കുന്നത് ഒരു സൈഡ് 6 സെന്റിമീറ്റർ ആണ്. റോംബസിന്റെ അല്ലെങ്കിൽ സമഭുജ സാമാന്തരികത്തിന്റെ പ്രത്യേകത എന്താണ്? എല്ലാ സൈഡ്സും 6 സെന്റിമീറ്റർ വീതമാണ്. അപ്പൊ നമ്മൾ ആദ്യം AB 6 സെന്റിമീറ്റർ വരയ്ക്കാം. AB 6 സെന്റിമീറ്റർ. AB 6 സെന്റിമീറ്റർ വരച്ചു. AB 6 സെന്റിമീറ്റർ. അടുത്ത പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആംഗിൾ A 60 ഡിഗ്രി. നമ്മൾ റഫ് ഫിഗർ ആദ്യം വരച്ചിട്ട് റഫ് ഫിഗർ നോക്കി വരയ്ക്കുന്നതായിരിക്കും എപ്പോഴും ഈസി. അപ്പൊ നമ്മൾ AB 60 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് 60 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. ഇനി എന്ത് വേണം? കോമ്പസില് 6 സെന്റിമീറ്റർ എടുക്കണം. കോമ്പസിൽ 6 സെന്റിമീറ്റർ മാർക്ക് ചെയ്യണം. കോമ്പസിൽ 6 സെന്റിമീറ്റർ എടുത്തു. നമ്മൾ ലൈൻ വരച്ചു. അപ്പോൾ എന്നിട്ടത് യോജിപ്പിക്കാം. 60 ഡിഗ്രിയിലൂടെ വേണം. അപ്പോൾ നമുക്ക് വെർട്ടെക്സ് D ഇവിടെ കിട്ടി. അടുത്ത എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആംഗിൾ A 60 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ B എത്ര ഡിഗ്രി എടുക്കണം? 120 ഡിഗ്രി എടുക്കണം. അപ്പൊ ആംഗിൾ B 120 ആണ്. അപ്പൊ നമ്മൾ ആംഗിൾ B 120 മാർക്ക് ചെയ്യുന്നു. അത് എത്ര തന്നെയാണ്? 6 സെന്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ അതും കോമ്പസിൽ 6 സെന്റിമീറ്റർ എടുത്ത് ബിയിൽ കുത്തി വരയ്ക്കുന്നു. 6 സെന്റിമീറ്റർ. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് C എന്ന് പറയുന്ന വെർട്ടെക്സും കിട്ടി. ABCD. ഇനി Cയും Dയും കൂടെ അങ്ങ് ജോയിൻ ചെയ്താൽ മതി. ഓക്കെ.
അപ്പൊ നമുക്ക് ABCD എന്ന് പറയുന്ന 6 സെന്റിമീറ്റർ സൈഡും ഒരു ആംഗിൾ 60 ഡിഗ്രി ഉള്ള ഒരു റോംബസ്, ഒരു സമഭുജ സാമാന്തരികം നമ്മൾ വരച്ചു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ സാമാന്തരികത്തിന്റെ അതേ ഏരിയയിലുള്ള സെയിം പരപ്പളവുള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഒരു ഡയഗണൽ വരയ്ക്കണം. നമുക്കൊരു ഡയഗണൽ BD വരയ്ക്കാം. BD എന്ന് പറയുന്ന ഡയഗണൽ വരയ്ക്കുന്നു. അതിനുശേഷം എന്താണ് വേണ്ടത്? BDക്ക് പാരലലായി വെർട്ടെക്സ് സിയിലൂടെ ഒരു ലൈൻ വരയ്ക്കണം, പാരലൽ ലൈൻ വരയ്ക്കണം. അപ്പൊ നമ്മൾ പാരലൽ ലൈൻ വരയ്ക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ സിയിലൂടെ പാരലൽ ലൈൻ വരച്ചു, നീട്ടി വരയ്ക്കണം. ഓക്കെ, ഇനി അടുത്ത് എന്താണ് വേണ്ടത്? നമ്മുടെ ബേസ് ആയിട്ടുള്ള AB നീട്ടി വരയ്ക്കണം. അപ്പൊ നമുക്ക് ബേസ് നീട്ടി വരയ്ക്കാം. ഈ ബേസ് നീട്ടി വരച്ചു. അത് E എന്ന് പറയുന്ന ഒരു ബിന്ദുവിൽ പോയി കൂട്ടിമുട്ടി. അതിന് നമുക്ക് Dയും Eയും കൂടെ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് AED എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ കിട്ടി. അപ്പൊ നമുക്ക് എന്ത് പറയാം? ABCD എന്ന് പറയുന്ന റോംബസിന്റെ സെയിം ഏരിയ ആയിരിക്കും AED എന്ന് പറയുന്ന ട്രയാങ്കിളിനും. അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യൻ അത് തന്നെ ആയിരുന്നു. ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആക്ച്വലി 6 സെന്റിമീറ്ററും ഒരു ആംഗിൾ 60 ഡിഗ്രിയുമായ സമഭുജ സാമാന്തരികത്തിന്റെ പരപ്പളവിന് തുല്യ പരപ്പളവുള്ള ഒരു മട്ട ത്രികോണം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കാനാണ്. AED. ഇപ്പോൾ നമുക്ക് നോക്കാം AED എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണോ എന്ന്. അതിന് വേണം എന്ത് വേണം? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. A 90 ഡിഗ്രി ആണോ? അല്ല. അത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും A 90 ഡിഗ്രി അല്ല. ആംഗിൾ E 90 ഡിഗ്രി ആണോ? അല്ല. ഇനി എന്ത് നോക്കാം? ആംഗിൾ ADE ഒന്ന് മെഷർ ചെയ്തേ. ആംഗിൾ AED നമുക്ക് മെഷർ ചെയ്യുമ്പോൾ അത് 90 ഡിഗ്രിയാണ് കിട്ടുന്നത്. അപ്പൊ ആംഗിൾ AED 90 ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? AED എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ആംഗിൾ ADE ഒരു ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട് ട്രയാങ്കിൾ AED ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും, ഒരു മട്ട ത്രികോണമാണ്. അപ്പോൾ നമുക്ക് റോംബസ് ABCD എന്ന് പറയുന്ന റോംബസിന്റെ സെയിം ഏരിയ ഉള്ള AED എന്ന് പറയുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമ്മൾ വരച്ചു. അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അടുത്ത മൂന്നാമത്തെ ചോദ്യം, ഡ്രോ എ റെഗുലർ പെന്റഗൺ ആൻഡ് ദെൻ എ ട്രയാങ്കിൾ ഓഫ് ദി സെയിം ഏരിയ ആൻഡ് കാൽക്കുലേറ്റ് ദി ഏരിയ. ക്വസ്റ്റ്യൻ എങ്ങനെയാണ് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഒരു സമപഞ്ചഭുജം വരച്ച് അതേ പരപ്പളവുള്ള ത്രികോണം വരയ്ക്കുക, പരപ്പളവ് കണക്കാക്കുക. അപ്പൊ നമ്മളൊരു റെഗുലർ പെന്റഗൺ ആണ് വരയ്ക്കേണ്ടത്. സമപഞ്ചഭുജം അല്ലെങ്കിൽ റെഗുലർ പെന്റഗണിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എല്ലാ സൈഡുകളും തുല്യമായിരിക്കും, എല്ലാ ആംഗിളും തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു റഫ് ഫിഗർ ഫസ്റ്റ് വരയ്ക്കാം. എപ്പോഴും നമ്മളൊരു ഒരു പിക്ചർ ഡ്രോ ചെയ്യുന്നതിന് മുന്നേ ഒരു റഫ് ഫിഗർ വരച്ചതിന് ശേഷം വരയ്ക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പൊ ആദ്യം നമുക്കൊരു റഫ് ഫിഗർ വരയ്ക്കാം. നമുക്കൊരു സമപഞ്ചഭുജമാണ്, ഒരു റെഗുലർ പെന്റഗൺ. നമ്മൾ റെഗുലർ പെന്റഗണിന്റെ റഫ് ഫിഗർ വരച്ചു. സൈഡിന്റെ മെഷർമെന്റ് ഒന്നും തന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഏതളവ് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ 4 സെന്റിമീറ്റർ ആണ് എടുക്കുന്നത്. പെന്റഗണിന്റെ പേര് ABCD എന്നാണ്. അതിന്റെ എല്ലാ സൈഡ്സും, ഒരു സൈഡ് 4 സെന്റിമീറ്റർ എടുത്താൽ എല്ലാ സൈഡ്സും 4 സെന്റിമീറ്റർ ആയിരിക്കും. AB 4 ആണ്, AE, ED, CD, BC അങ്ങനെ എല്ലാ സൈഡ്സും 4 സെന്റിമീറ്റർ ആണ്. അപ്പോൾ സൈഡ്സിന്റെ മെഷർമെന്റ് നമ്മൾ എഴുതി. ഇനി അടുത്ത എന്താണ്? ആംഗിൾ. ഒരു റെഗുലർ പെന്റഗണിന്റെ ആംഗിളിന്റെ പ്രത്യേകത എന്താണ്? എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. നമുക്ക് അറിയാം ഒരു പെന്റഗണിന്റെ ഇന്നർ ആംഗിളിന്റെ സം എത്രയാണ്? 540 ആണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. എല്ലാ ആംഗിൾസും കൂടി കൂട്ടുമ്പോൾ 540 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 540യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എത്ര ആംഗിൾസ് ആണുള്ളത്? 5. അപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 108 ഡിഗ്രി, 108 ഡിഗ്രി. അപ്പോൾ പെന്റഗണിന്റെ ഒരു ആംഗിൾ എത്രയാണ്? 108 ആണ്. ഒരു ആംഗിൾ അല്ല, എല്ലാ ആംഗിൾസും 108 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആംഗിൾ A 108 ആയിരിക്കും,
ആംഗിൾ ഇ 108 ആണ്, ആംഗിൾ ഡിയും ആംഗിൾ സിയും ആംഗിൾ ബിയും 108 ആണ്, 108 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ റഫ് ഫിഗർ കിട്ടി. എ ബി സി ഡി എന്നാണ് പെന്റഗൺ. എ ബി 4 സെന്റിമീറ്റർ, എ ഇ എല്ലാ സൈഡ്സും 4 സെന്റിമീറ്റർ ആണ്, എല്ലാ ആംഗിൾസും 108 ഡിഗ്രി ആണ്. അപ്പൊ ഈ മെഷർമെന്റിലുള്ള ഒരു റെഗുലർ പെന്റഗൺ ആണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ഈ റെഗുലർ പെന്റഗന്റെ അതേ ഏരിയയിലുള്ള ഒരു ട്രയാങ്കിളും വരയ്ക്കുന്നു. ആ ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വരയ്ക്കാം. അപ്പോൾ നമ്മുടെ റെഗുലർ പെന്റഗന്റെ റഫ് ഫിഗർ വരച്ചു. ഇനി നമുക്ക് എന്താണ് വരയ്ക്കേണ്ടത്? ആദ്യം എ ബി വരയ്ക്കാം. എ ബി 4 സെന്റിമീറ്റർ എ ബി വരയ്ക്കുന്നു. എ ബി 4 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു. എ ബി വരച്ചു. എ ബി 4 സെന്റിമീറ്റർ. അടുത്ത എന്താണ് വേണ്ടത്? അടുത്ത് നമ്മൾ എ ഇ വരയ്ക്കുന്നു. എ ഇ വരയ്ക്കുന്നതിന് വേണ്ടി ആദ്യം നമ്മൾ എന്തോ ചെയ്യണം? 108 ഡിഗ്രി നമ്മൾ പ്രൊട്രാക്ടറിൽ മാർക്ക് ചെയ്യണം. 108 പ്രൊട്രാക്ടറിൽ മാർക്ക് ചെയ്തു. ആ ലൈൻ നമുക്ക് വരയ്ക്കാം. ഇനി എന്ത് ചെയ്യുന്നു? കോമ്പസിൽ 4 സെന്റിമീറ്റർ എടുത്ത് നമ്മൾ എ ഇ വരയ്ക്കാൻ പോവുകയാണ്. കോമ്പസിൽ 4 സെന്റിമീറ്റർ എടുക്കാം. 4 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്തു, നമ്മൾ മാർക്ക് ചെയ്തു. അപ്പൊ നമുക്ക് ഇ എന്ന് പറയുന്ന വെർട്ടെക്സ് കിട്ടി. വീണ്ടും ഇ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 108 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഇയിൽ വെച്ചിട്ട് പ്രൊട്രാക്ടർ ഇ എന്ന് പറയുന്ന വെർട്ടെക്സിൽ വെച്ചിട്ട് 108 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. വീണ്ടും 108. അത് വീണ്ടും 4 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ എന്തോ ചെയ്യണം? കോമ്പസിൽ 4 സെന്റിമീറ്റർ എടുത്ത് വരയ്ക്കണം. 4 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്തു, കാര്യം നമ്മൾ വരച്ചു. അപ്പൊ നമുക്ക് ഡി കിട്ടി. സോറി, 108 ഡിഗ്രി എടുത്തതിലൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. 108 ഡിഗ്രി 90 100 4 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു. അപ്പൊ നമുക്ക് ഡി കിട്ടി. ഇനി ഡിയിൽ നിന്ന് വീണ്ടും 108 ഡിഗ്രി നമ്മൾ മാർക്ക് ചെയ്യുന്നു. 90 100 108. നമ്മൾ വീണ്ടും ലൈൻ വരയ്ക്കുന്നു. ഫോർ സെന്റിമീറ്റർ ഓൾറെഡി നമ്മുടെ കോമ്പസിലുണ്ട്, എന്നാലും ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. ഡിയില് കുത്തി ഇ. അപ്പൊ നമുക്ക് സി എന്ന് പറയുന്ന വെർട്ടെക്സും കിട്ടി. ഇനി നമ്മൾ വരയ്ക്കണ്ട, നമുക്കിനി ബിയും സിയും കൂടെ അങ്ങ് ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ എ ബി സി ഡി എന്ന് പറയുന്ന ഒരു റെഗുലർ പെന്റഗൺ നമ്മൾ വരച്ചു. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ പെന്റഗണിന്റെ സെയിം ഏരിയ ഉള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കണം, ഇല്ലേ? ഇപ്പൊ ട്രയാങ്കിൾ വരയ്ക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്ന? സാധാരണ ഡയഗണൽ വരയ്ക്കുന്നു. ആദ്യം പെന്റഗൺ ആയതുകൊണ്ട് നമ്മൾ എത്ര പ്രാവശ്യം വരയ്ക്കണം? 2 പ്രാവശ്യം നമ്മൾ മാറ്റണം. ഏതൊക്കെ? ഈ സി എന്ന് പറയുന്ന വെർട്ടെക്സ് എടുത്ത് താഴെ കൊണ്ടുവരണം, ഇ എന്ന് പറയുന്ന വെർട്ടെക്സ് എടുത്ത് താഴെ കൊണ്ടുവരണം. ആദ്യം നമുക്ക് സി എന്ന് പറയുന്ന വെർട്ടെക്സ് ചേഞ്ച് ചെയ്യാം. അതിനുവേണ്ടി ബി ഡി എന്ന് പറയുന്ന ഡയഗണൽ വരയ്ക്കുന്നു. ഇനി ബി ഡിക്ക് പാരലലായി സിയിലൂടെ നമ്മൾ ഒരു പാരലൽ ലൈൻ വരയ്ക്കണം. സിയിലൂടെ പാരലലായിട്ടൊരു ലൈൻ വരയ്ക്കുന്നു. ഇനി എന്ത് ചെയ്യുന്നു? എ ബി നമ്മൾ നീട്ടി വരയ്ക്കുന്നു. എ ബി നീട്ടി വരയ്ക്കാം. എ ബി നീട്ടി വരയ്ക്കുന്നു. നമ്മൾ എഫ് എന്ന് പേര് കൊടുത്തു. അപ്പൊ സി എന്ന് പറയുന്ന വെർട്ടെക്സ് നമ്മൾ എഫ് എന്ന് പറയുന്ന പോയിന്റിലോട്ട് കൊണ്ടുവന്നു. ഇനി ഡിയും എഫും കൂടെ നമുക്ക് ജോയിൻ ചെയ്യാം. ഡി എഫ് എന്ന് പറയുന്നത് കിട്ടി. ഇനി അടുത്ത് എന്ത് വേണം? ഇ എന്ന് പറയുന്ന വെർട്ടെക്സ് എടുത്ത് താഴോട്ട് കൊണ്ടുവരണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എ ഡി എന്ന് പറയുന്ന ഡയഗണൽ വരയ്ക്കണം ആദ്യം. അപ്പോൾ എ ഡി എന്ന് പറഞ്ഞ ഡയഗണൽ നമ്മൾ വരച്ചു. ഇനി എന്ത് വേണം?
ADക്ക് പാരലലായി E എന്ന് പറയുന്ന വെർട്ടെക്സിലൂടെ ലൈൻ വരയ്ക്കണം. അപ്പോൾ നമ്മൾ ADക്ക് പാരലലായി സെറ്റ് സ്ക്വയർ നീക്കാം. സെറ്റ് സ്ക്വയർ മാത്രം നീക്കാവൂ. സ്കെയിൽ നല്ല മുറുകെ പിടിച്ചോണം. സ്കെയിൽ ചേഞ്ച് ആവരുത്. സ്കെയിൽ ചേഞ്ച് ആയാൽ പാരലൽ ലൈൻ ആവില്ല അത്. അപ്പൊ നമ്മള് ADക്ക് പാരലലായി ഇയിലൂടെ ലൈൻ പാരലൽ ലൈൻ വരച്ചു. ഇനി എന്ത് ചെയ്യണം? AB നീട്ടി വരയ്ക്കണം. AB നമ്മൾ നീട്ടി വരച്ചു, കൂട്ടിമുട്ടി. ഇതിന് നമ്മൾ G എന്ന് പേര് കൊടുത്തു. ഇനി Dയും Gയും കൂടെ ജോയിൻ ചെയ്യാം. Dയും Gയും കൂടെ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് GDF എന്ന് പറയുന്നൊരു ട്രയാങ്കിൾ കിട്ടും. GDF. അപ്പോൾ ABCDE എന്ന് പറയുന്ന റെഗുലർ പെന്റഗണിന്റെ അതേ ഏരിയയിലുള്ള ട്രയാങ്കിൾ ആണ് ട്രയാങ്കിൾ GDF. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ കണ്ടുപിടിക്കാൻ എന്തൊക്കെ മെഷർമെന്റ് വേണം? ബേസും വേണം, ഹൈറ്റും വേണം. അപ്പൊ നമുക്ക് ബേസും ഹൈറ്റും അളക്കാം. ഏത് സൈഡാണോ ബേസ് ആയിട്ട് എടുക്കുന്നത് ആ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള വെർട്ടെക്സിൽ നിന്ന് ബേസിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഹൈറ്റ്. അപ്പോൾ നമ്മളുടെ ബേസ് ആയിട്ട് എടുക്കുന്നത് GF ആണ്. GFന്റെ ഓപ്പോസിറ്റ് ഉള്ള വെർട്ടെക്സ് D ആണ്. Dയിൽ നിന്നും GFിലേക്കുള്ള പെർപെൻഡിക്കുലർ ഹൈറ്റ് നമുക്ക് മെഷർമെന്റ് ചെയ്യാം. നമുക്ക് എത്ര കിട്ടും? 6.2 കിട്ടും. അപ്പോൾ H is equal to 6.2 സെന്റിമീറ്റർ. അടുത്ത ബേസ് എത്രയാണ് കിട്ടുന്നത്? ബേസ് എത്രയാണ്? GF നമുക്ക് അളക്കാം. GF നമുക്ക് 9 ആണ് കിട്ടുന്നത്. ബേസ് അപ്പൊ എത്ര കിട്ടി? 9 കിട്ടി. അപ്പോൾ ബേസ് 9 സെന്റിമീറ്റർ, ഹൈറ്റ് 6.2 സെന്റിമീറ്റർ. അപ്പോൾ ഏരിയ ഇസ് ഈക്വൽ ടു 1/2. അപ്പോൾ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി ബേസ് 9 സെന്റിമീറ്റർ ആണ്, ഹൈറ്റ് 6.2 സെന്റിമീറ്റർ ആണ്. ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഹാഫ് ബി എച്ച് ആകുമ്പോൾ 1/2 ഇൻറ്റു ബേസ് എത്രയാണ്? 9 ആണ്, ഹൈറ്റ് 6.2 ആണ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി 2ഉം 6.2ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 3.1 കിട്ടും. അപ്പം 9 ഇൻറ്റു 3.1 ആണ്. 9 ഇൻറ്റു 3.1 ഈസ് 27.9 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ നമ്മുടെ ട്രയാങ്കിളിന്റെ ഏരിയ എത്ര കിട്ടി? 27.9 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടിയത്. ഇനി അതുപോലെ തന്നെ ഈ ഏരിയ തന്നെ ആയിരിക്കും 27.9 സെന്റിമീറ്റർ സ്ക്വയർ തന്നെ ആയിരിക്കും നമ്മുടെ പെന്റഗണിന്റെയും ഏരിയ. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇത് നിങ്ങൾ തനിയെ വരച്ചു നോക്കുക. എന്നിട്ട് ഇതുപോലെ മെഷേഴ്സ് അളന്ന് ഏരിയ കണ്ടുപിടിച്ച് നോക്കുക. അപ്പോൾ താങ്ക് യു.